അസ്സലാമു അലൈക്കും. ഖുർആനിലെ ഏറ്റവും മനോഹരമായ കഥ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിനെ പറ്റി വിശേഷിപ്പിക്കുന്നത്. നിരവധി കഥകൾ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, അമ്പിയാക്കളുടേതും സ്വാലിഹീങ്ങളുടേതുമായിട്ട്. പക്ഷേ അതിൽ എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നു എന്നത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. സൂറത്ത് യൂസുഫ് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് ഇറക്കി കൊടുക്കുന്നത്. അബൂ ത്വാലിബിന്റെ വിയോഗവും തന്റെ പ്രിയ പത്നിയായിരുന്ന ഖദീജ ബീവിയുടെ വിയോഗം, അതിനുശേഷം ത്വായിഫിലേക്ക് പോകുന്ന ആ ദുരിതപൂർണമായ സംഭവങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് ഇറക്കി കൊടുക്കുന്നത്. കാരണം അതില് സൂറത്ത് യൂസുഫുമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും വളരെ സാദൃശ്യം ഉണ്ടായിരുന്നു എന്നതാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം നബിയെ ആട്ടി ഓടിക്കുന്നു. സൂറത്ത് യൂസുഫിലും അതുപോലെ തന്റെ വീട്ടുകാർ തന്നെയാണ് യൂസുഫ് നബിയെ കൊണ്ടുപോയി കിണറ്റിലിടുന്നതും. ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ തമ്മിൽ സാമ്യം ഉണ്ടായിരുന്നു രണ്ട് നബിമാരുടെയും കഥയിൽ. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാനും സമൂഹത്തിന് പ്രചോദനം ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് യൂസുഫ് ഇറക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ബാക്കിയുള്ള നബിമാരുടെ കഥകളെല്ലാം വിഭജിച്ചുകൊണ്ട് പലയിടങ്ങളിലും പലതായിട്ടാണ്, പല സാഹചര്യങ്ങളിലായിട്ടാണ് ഖുർആനിൽ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ സൂറത്ത് യൂസുഫ് ഒരൊറ്റ അധ്യായത്തിൽ തന്നെ മുഴുവൻ കഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ പിന്നിലും വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കഥ ഏറ്റവും മനോഹരമായ കഥയാകുന്നത് എന്ന ചോദ്യത്തിന് ഒരു മനുഷ്യന്റെ എല്ലാവിധ സാഹചര്യങ്ങളും യൂസുഫ് നബി അലൈഹി ഇസ്ലാം കടന്നു പോകുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ, ആ കഥയുടെ സാരാംശം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അയാളുടെ ദുഃഖം മാറിപ്പോകുമെന്നാണ്. കാരണം ഒരു മനുഷ്യന് ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാവിധ സാഹചര്യങ്ങളിലൂടെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാം കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലെല്ലാം ആ കഥ അയാളെ സാന്ത്വനിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരം. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞ ഏറ്റവും മനോഹരമായ കഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് യൂസുഫ് അഥവാ യൂസുഫ് നബിയുടെ കൻആൻ എന്ന പ്രദേശത്താണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം താമസിച്ചു വരുന്നത്. തന്റെ പിതാവായിരുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവർക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് റാഹേൽ, മറ്റൊന്ന് ലിയ. ലിയ എന്ന ഭാര്യയിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 11 മക്കളുണ്ടായിരുന്നു. അവർ വളർന്ന് വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഈ റാഹേൽ എന്ന ഭാര്യയെ വിവാഹം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പുത്രനായിക്കൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നു. അതിനുശേഷം ജനിച്ച ബെന്യാമിൻ എന്ന കുഞ്ഞിന്റെ ജനനത്തോടുകൂടെ തന്നെ റാഹേല് അള്ളാഹുവിലേക്ക് വിടവാങ്ങുകയാണ്. പിന്നീട് ഈ റാഹേലിന്റെ സഹോദരിയായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും ബെന്യാമിനെയും ഒക്കെ എടുത്ത് വളർത്തിയിരുന്നു. അങ്ങനെ സ്നേഹോഷ്മളമായി തന്നെ ആ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. തന്റെ മറ്റ് സഹോദരന്മാർക്ക് ഒരു അസൂയയുണ്ടായിരുന്നു. കാരണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ യൂസുഫിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് അവർ വിചാരിച്ചിരുന്നു. കാരണം ചരിത്രം നമ്മോട് പറയുന്നുണ്ട്, യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കൾക്കിടയിൽ ഒരിക്കലും അനീതി ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനിൽ ഹദീസ് നമുക്ക് കാണാം, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി നടപ്പിലാക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പ്രവാചകനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കൾക്കിടയിൽ അനീതിപരമായി ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ കഥ പറയുമ്പോഴെല്ലാം മറ്റു മക്കളോട് ഒരു അനീതി പ്രകടിപ്പിച്ചതായി യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. കാരണം മക്കൾക്കിടയിൽ എല്ലാം ഒരുപോലെ, അവർക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു നൽകിയത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പ്രത്യേകമായ ഒരു സ്നേഹം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു. സ്നേഹം എന്നത് അത് മാനസികമായ ഒരു പ്രവണത ആയതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കുറച്ച് ഇഷ്ടം കൂടുതലായിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് 15-ാം വയസ്സിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നത്. പിറ്റേന്ന് പ്രഭാതത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ പിതാവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നു, ബാപ്പ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. വളരെ പേടിച്ചിട്ടുണ്ടായിരുന്നു യൂസുഫ് നബി. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമെല്ലാം
എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. സ്വപ്ന വ്യാഖ്യാനം പ്രവാചകന്മാരുടെ ഒരു വലിയ ദൃഷ്ടാന്തമായതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ മകൻ എന്താണ് സ്വപ്നം കണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നിനക്ക് വലിയ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നീ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളുക, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഈ സ്വപ്നം നീ നിന്റെ സഹോദരന്മാരോട് ഒരിക്കലും പറയരുത്, അവർക്കിത് ഒരു അസൂയക്കുള്ള കാരണമായി മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനെ ഈ സ്വപ്നാനന്തരം ചേർത്ത് പിടിക്കുന്നത്. തൻ്റെ മകന് വരാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ പറ്റി, വലിയ പ്രവാചകത്വത്തെ പറ്റിയൊക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഇപ്പോഴേ ധാരണ ലഭിച്ചിരുന്നു. ഈ സ്വപ്നം അതിൻ്റെ വലിയൊരു തെളിവായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും ഈ മക്കൾക്ക് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും യൂസുഫ് നബിക്കും ഉണ്ടായിട്ടുള്ള സ്നേഹം വീണ്ടും അവർക്ക് വളരെ ബുദ്ധിമുട്ടാകുകയും അവരെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇവർ അന്വേഷിക്കാനും തുടങ്ങുന്നു. ശൈത്താൻ അവർക്കിടയിൽ മാരകമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അങ്ങനെയാണ് ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊന്നുകളയാം എന്നൊരു തീരുമാനത്തിലേക്ക് സഹോദരങ്ങൾ എത്തുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിതാവിന് ആ സ്നേഹം നമ്മളോട് കിട്ടും എന്ന ഒരു ചിന്തയായിരുന്നു അവരെ ഇതിലേക്ക് നയിച്ചത്. അങ്ങനെ ആ കാലം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സഹോദരന്മാരിൽപ്പെട്ട ഷംഏൻ എന്നൊരു സഹോദരൻ അവരോട് അഭിപ്രായപ്പെടുന്നത് നമുക്ക് കൊന്നുകളയൊന്നും വേണ്ട, അത് വളരെ ബുദ്ധിമുട്ടാവും, നമ്മുടെ സഹോദരനല്ലേ, നമ്മുടെ പിതാവിൽ നിന്നുള്ള മകനാണവൻ, അതുകൊണ്ട് കൊന്നുകളയണ്ട, നമുക്ക് അവരെ നമ്മുടെ പിതാവിൽ നിന്നും അകറ്റി നിർത്താം, അടിമക്കച്ചവടക്കാരനായ അടിമയാക്കിയിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവർ പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. നമുക്ക് ആടിനെ മേൽക്കാൻ പോകുമ്പോൾ യൂസുഫിനെയും കൊണ്ടുപോകാം, എന്നിട്ട് അവിടെ ഉപേക്ഷിച്ച് പോരാം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. പക്ഷേ പിതാവ് ഒരിക്കലും തങ്ങളുടെ കൂടെ യൂസുഫിനെ കളിക്കാൻ പറഞ്ഞയക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് അവർ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് അവർക്ക് മറ്റൊരു പദ്ധതി അവർ ആവിഷ്കരിക്കുന്നത്. വീട്ടിലിരിക്കുന്ന സമയത്തെല്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ നമുക്ക് കളിക്കാം. ആ സമയത്ത് അവന് നമ്മോടൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ പിതാവിൻ്റെ വഴി നമുക്ക് അവനെ ആട് മേൽക്കാൻ കൊണ്ടുപോകാം എന്നതായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ കളിക്കുന്നു. ആ സമയത്ത് യൂസുഫ് നബി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മനോഹരമായിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ആടിന് മേയ്ക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കളിക്കാറ്, നീ ഞങ്ങളുടെ കൂടെ ആടിന് മേയ്ക്കാൻ പോര് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എൻ്റെ പിതാവിനോട് ചെന്ന് ചോദിക്കുകയാണ്, പിതാവേ, എനിക്ക് എൻ്റെ സഹോദരന്മാരുടെ കൂടെ ആട് മേയ്ക്കാൻ പോകണം, അവിടെ എനിക്ക് അവരുടെ കൂടെ കളിക്കണം എന്നൊക്കെ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം സമ്മതിക്കുന്നില്ല, ചെറിയ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ അവനെ ആട്ടിന് മേയ്ക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് ഈ സഹോദരന്മാർ വന്നുകൊണ്ട് യാക്കൂബ് നബി ഇസ്ലാം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ യൂസുഫിനെ ആട് മേൽക്കാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം സമ്മതിക്കുന്നില്ല, അവൻ ചെറിയ കുട്ടിയാണ്, നിങ്ങൾക്ക് അശ്രദ്ധമായിക്കൊള്ളും, നിങ്ങൾ അവനെ ചെന്നായി പിടിക്കുകയോ മറ്റു കൊള്ളക്കാർ കൊണ്ടുപോവുകയോ ഒക്കെ സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങൾ അവനെ കൊണ്ടുപോകണ്ട എന്ന് പറയുന്നു. പക്ഷേ ഏറെ നിർബന്ധത്തിന് ശേഷം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവർ സമ്മതിക്കുകയാണ്, പറയുന്നത്, ഞങ്ങൾ നോക്കിക്കോളാം, ഒന്നും സംഭവിക്കില്ല, ഞങ്ങളുടെ സഹോദരനല്ലേ യൂസുഫ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. അന്ന് പോകുന്ന ദിവസം രണ്ടുപേർ തൻ്റെ പിതാവായിരുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇതെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു. അങ്ങനെ അവർ ആടിനെ മേൽക്കാൻ കൊണ്ടുപോകുന്നു. അല്ലാഹുവിൻ്റെ ആലംഘനീയമായ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവർ ആടിനെ മേൽക്കാൻ പോവുകയാണ്. അതുവരെ അവർ തോളിൽ വെച്ചിട്ടായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിരുന്നത്. തൻ്റെ വീടിൻ്റെ പരിധിയിൽ നിന്നും കഴിഞ്ഞതോടെ അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് തോളിൽ നിന്ന് താഴെ ഇറക്കി വെക്കുകയും ക്രൂരമായി ആക്രമിക്കാനൊക്കെ തുടങ്ങുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം കരയാൻ തുടങ്ങുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ എന്നൊക്കെ. ആ സമയത്ത് അവർ വളരെ മോശമായ ഭാഷയിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുന്നത്, ആക്രമിക്കാൻ തുടങ്ങുന്നു, അവൻ അടിക്കുന്നു. അങ്ങനെ ഏറെ നേരത്തെ അക്രമത്തിന് ശേഷം വളരെ അവശനായിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മണ്ണിൽ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു സഹോദരൻ വലിയ പാറക്കല്ല് കൊണ്ടുവന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മേത്തിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സമയത്താണ് ഈ ഷംഏൻ എന്ന സഹോദരൻ വന്നിട്ട് തടയുന്നത്. ഒരിക്കലും നമ്മൾ അവനെ കൊല്ലാൻ പാടില്ല, അങ്ങനെ അവരെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ നടന്നതെല്ലാം ഞാൻ പിതാവിന് പറഞ്ഞു കൊടുക്കും എന്ന് പറയുകയാണ്. അങ്ങനെ മറ്റൊരു സഹോദരൻ അഭിപ്രായം വെക്കുന്നു, ഒരു പൊട്ടക്കിണറുണ്ട്, ഇതിന് ഭിത്തികളൊന്നും ഇല്ലാത്ത ഒരു പൊട്ടക്കിണർ, അതിന് നമുക്ക് യൂസുഫിനെ കൊണ്ടുപോയി ഇടാം എന്നതാണ് അവര് അവസാനമായിട്ട് വെക്കുന്ന ഒരു തീരുമാനം. അങ്ങനെ ആ വലിയൊരു കിണറ്റിലേക്ക് കയറിൽ കെട്ടിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇറക്കുകയാണ് ഇവർ. അങ്ങനെ അവരിറക്കിക്കൊണ്ട് അവർ തിരിച്ചു പോയിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകത്വം നൽകാനുള്ള, വളരെ സവിശേഷമായ ശ്രേഷ്ഠത നൽകാനുള്ള ആ കുഞ്ഞിനെ സഹായിക്കാൻ അള്ളാഹുവിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ആ കിണറ്റിലേക്ക് പറഞ്ഞയക്കുകയാണ്.
എന്നിട്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജിബ്രീൽ ആശ്വസിപ്പിക്കുന്നു. നിനക്ക് വലിയ ശ്രേഷ്ഠതകളും പദവികളും ഒക്കെയാണ് വരാനിരിക്കുന്നത്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കിണറ്റില് നിനക്ക് എല്ലാവിധ സംരക്ഷണവും ഞാൻ ഒരുക്കും. യഥാസമയം ജിബ്രീൽ അലൈഹി ഇസ്ലാം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ കിണറ്റിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും, പൊട്ടക്കിണറായതുകൊണ്ട് തന്നെ ഒരുപാട് പാമ്പുകളും മറ്റ് വിഷജീവികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അവരോടൊക്കെ ജിബ്രീൽ അലൈഹി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്, ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അതുകൊണ്ട് എല്ലാവിധ സംരക്ഷണവും ഈ പ്രവാചകൻ നിങ്ങൾ നൽകണം എന്നാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ മൃഗങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുന്ദരമായ രീതിയിലായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ കിണറ്റിൽ കഴിഞ്ഞിരുന്നത്. ഈ സഹോദരന്മാർ ഇടയ്ക്കിടെ വരികയും യൂസുഫിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അവനിതിലുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ തന്റെ സഹോദരന്മാര് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അവര് യാത്രയിൽ വെച്ചിട്ട്, വഴിയിൽ വെച്ചിട്ട് ഒരു ആടിനെ അറുത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം എടുത്ത് അതിൽ രക്തം പുരട്ടിയിട്ടാണ് തന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമോട് പറയുന്നു, പാപ്പ, നമ്മുടെ യൂസുഫ് നഷ്ടപ്പെട്ടു, അവനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ ഒരു ചെന്നായ അവനെ കടിച്ചു കൊണ്ടുപോയി എന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവർ പിതാവിനോട് പറയുകയാണ്. ഈ വാർത്ത കേട്ടതും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ബോധം കെട്ടുകയാണ്. താൻ അത്രത്തോളം സ്നേഹിച്ചിരുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാം നഷ്ടമായിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വളരെ കരഞ്ഞുകൊണ്ടാണ് ആ കുപ്പായം ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ആ കുപ്പായം ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹം കരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ആ സഹോദരന്മാർ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയോ അപ്പ, നിങ്ങൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞപ്പോൾ കരയുകയായിരുന്നു, ഇപ്പൊ കുപ്പായം ഏറ്റുവാങ്ങിയപ്പോൾ നിങ്ങൾ ചിരിക്കുകയാണല്ലോ എന്ന്. പിതാവ് പറയുന്നുണ്ട്, ചെന്നായ കടിക്കുകയാണെങ്കിൽ എന്തായാലും അവന്റെ കുപ്പായം കീറും, എനിക്കറിയാം അവനെ ചെന്നായ കടിച്ചിട്ടില്ല, നിങ്ങൾ മറ്റെന്തോ അവനെ ചെയ്തിരിക്കുകയാണ് എന്ന്. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് നടന്ന സംഭവങ്ങളുടെ ഏകദേശം ഒരു രൂപം കിട്ടുന്നുണ്ട്. അങ്ങനെ വളരെ ദുഃഖപൂർണമായ ആ ജീവിത യാത്രയായിരുന്നു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്. തൻ്റെ അത്രമേൽ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഏറെക്കാലം കാണാതാവുന്നു, അവര് നഷ്ടപ്പെടുന്നു, എന്ത് പറ്റിയെന്ന് പോലും അറിയുന്നില്ല, സഹോദരന്മാരൊന്നും തുറന്നു പറയുന്നുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു കച്ചവട സംഘം ഈജിപ്തിലേക്ക് പോകുന്ന വഴി ഈ കൻആനിലൂടെ പാസ് ചെയ്യുന്നത്. മാലിക് ബിൻ സുഹൈറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കച്ചവട സംഘമായിരുന്നത്. അവർ കൻആനിലെത്തി അവർക്ക് കുടിക്കാൻ വേണ്ട വെള്ളം അന്വേഷിക്കുകയാണ്, ഒരു കിണറും കാണാനില്ല. അവസാനമാണ് ഒരു പൊട്ടക്കിണർ അവരുടെ കണ്ണിൽ പെടുന്നത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് വന്ന് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അങ്ങനെ കൊണ്ടുപോകാൻ ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് തയ്യാറായിരിക്കണം എന്ന്. ഉടനെ മാലിക് ബിൻ സുഹൈറിന്റെ ആളുകൾ വന്നുകൊണ്ട് ഈ കിണറ്റിലേക്ക് കപ്പിയിടുകയാണ്. അങ്ങനെ അവർ വെള്ളം മുക്കാൻ വേണ്ടിയിട്ട് കപ്പിയും കയറൊക്കെ ഇടുമ്പോൾ ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിൽ കയറി പിടിക്കുന്നു. വളരെ ഭാരം തോന്നിയെങ്കിൽ അവർ വലിച്ചു കയറ്റുമ്പോൾ അവർ കാണുന്നത് വളരെ സുന്ദരനായ ഒരു കുഞ്ഞിനെയാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഭംഗിയുള്ള കുഞ്ഞായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഏവരെയും ആകർഷിക്കുന്ന അത്രത്തോളം ഭംഗിയുള്ള കുഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇവനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു കുഞ്ഞ് ഇവിടെ വരുന്നതെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഈ ആളുകൾ ഉടനെ കുഞ്ഞിനെ എടുത്തിട്ട് മാലിക് ബിൻ സുഹൈറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്, കച്ചവട സംഘത്തിലെ നേതാവായിരുന്ന അയാളുടെ അടുത്തേക്ക്. അവർ അത്ഭുതപ്പെടുന്നുണ്ട് ഇത്രയും മനോഹരമായ ഒരു കുഞ്ഞിനെ കണ്ടുകൊണ്ട്. അങ്ങനെ ഇവര് ഈ കുഞ്ഞിനെ എടുത്തിട്ട് തങ്ങളുടെ കച്ചവട യാത്ര തുടരാനിരിക്കുന്ന സമയത്താണ് തൻ്റെ സഹോദരങ്ങൾ അവിടെ എത്തുന്നത്. അവർ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു അടിമയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവനെ കൊണ്ടുപോകരുത്, ഞങ്ങളുടെ യജമാനൻ, പിതാവായ യജമാനെ അന്വേഷിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഹൈൽ ബിൻ അമർ പറയുന്നുണ്ട്, ഇല്ല, ഇവന് നിങ്ങൾക്ക് തിരിച്ചു തരില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം പറയണം, ഇത് നിങ്ങളുടെ അടിമയാണെന്നതിന്. അത് പറയുന്നുണ്ട്, ഇത് ഒരു അനുസരണമില്ലാത്ത അടിമയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസ തന്നാൽ നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെ തുച്ഛം 2 ദിർഹമിനൊക്കെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഈ സുഹൈൽ ബിൻ അമർ വിലക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് അവര് തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ പോകുന്നത്. അവിടെ എത്തുമ്പോൾ കാഴ്ചയുടെ ഗതി മുഴുവനായിട്ട് മാറുന്നുണ്ട്. കാരണം വളരെ ഭംഗിയുള്ള ഒരു അടിമയാണ് മാലിക് ബിൻ സുഹൈർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഈജിപ്തിൽ മുഴുവനും വാർത്ത വരക്കുകയാണ്. എല്ലാവരും ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് മാലിക് ബിൻ സുഹൈറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഇത് സഹിക്കവയ്യാതായതോടെ മാലിക് ബിൻ സുഹൈർ മറ്റൊരു പദ്ധതിയാണ് കയറുന്നത്. കാരണം ഈ കുഞ്ഞിനെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെയാണ് ഈ വാർത്ത അറിഞ്ഞ അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന അസീസും അവിടുത്തെ ഭാര്യ സുലൈഹയും ഈ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടിയിട്ട്, അടിമയെ വാങ്ങാൻ വേണ്ടിയിട്ട് അടിമച്ചന്തയിലേക്ക് എത്തുന്നത്. ഒരുപാട് നേരം ലേലം വിളി നടക്കുന്നുണ്ട്, ഒരുപാട് വലിയ സംഖ്യ പറഞ്ഞു. അവസാനം സുലൈഖ ബീവി ഈ കുഞ്ഞിനെ കണ്ടിട്ട് വളരെ ആകർഷ്ടനാകുന്നുണ്ട്. ഉടനെ അസീസിനോട് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇവനെ വാങ്ങണം. അങ്ങനെയാണ് അവന്റെ ഭാരത്തിനനുസരിച്ചുള്ള സ്വർണം തൂക്കി കൊടുത്തുകൊണ്ട് അത്രയും വളരെ വലിയ സംഖ്യക്കാണ്
യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അസീസും സുലൈഖ ബീവിയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം ഏറെക്കാലം കൊട്ടാരത്തിൽ വളരുകയാണ്. സുലൈഖ ബീവി വളരെ ആകൃഷ്ടനാവുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്. കാരണം അത്രത്തോളം ഭംഗിയുള്ള യുവാവായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം വളർന്നു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ പല തരത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ വേണ്ടി സുലൈഖ ബീവി തുനിയുന്നുണ്ട്. സുലൈഖ ബീവി പറയുന്നുണ്ട്, എനിക്ക് അങ്ങയെ വളരെ ഇഷ്ടമാണ്, അങ്ങയുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം ഉറച്ചു തന്നെ തൻ്റെ നിലപാട് നിൽക്കുകയാണ്. കാരണം എനിക്ക് അള്ളാഹുവിനെ ഭയമുണ്ട്, അള്ളാഹുവിനെ ഞാൻ അതിയായി ഭയപ്പെടുന്നുണ്ട്. അങ്ങക്ക് ഒരു ഭർത്താവുണ്ട്, അവരെ വഞ്ചിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധമത്തിൽ നിന്ന് അങ്ങ് പിന്മാറണം എന്നാണ് സുലൈഖ ബീവിയോട് യൂസുഫ് നബി അലൈഹി സ്വലാം നിരന്തരം പറയുന്നത്. അങ്ങനെ ഒരു ദിവസം തൻ്റെ ഭർത്താവായ അസീസ് കൊട്ടാരത്തിൽ ഇല്ലാത്ത ഒരു സമയത്ത് സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് മോശമായ രീതിയിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പെരുമാറുന്നത്. ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായത്തിൽ പിടിച്ചു വലിക്കുന്നു. കുപ്പായം കീറിപ്പോകുന്നു. ആ സമയത്താണ്, ആ വേളയിലാണ് കൊട്ടാരത്തിലേക്ക് അസീസ് കടന്നു വരുന്നത്. തൻ്റെ മുറിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാമും സുലൈഖ ബീവിയും അവരുടെ കുപ്പായൊക്കെ കീറി നിൽക്കുന്ന അവസ്ഥയിലാണ് അസീസ് ഇവരെ കാണുന്നത്. ഉടനെ അസീസിന് ദേഷ്യം വന്നു. സുലൈഖ ബീവി തൻ്റെ കയ്യിൽ നിന്ന് എല്ലാം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉടനെ അസീസിന്റെ അടുത്ത് ഒന്ന് ഓടിച്ചെന്നിട്ട് കരയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് തന്നെ നിരപരാധം തെളിയിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി സ്വലാം പറയുന്നുണ്ട്, ഞാനല്ല ഇത് ചെയ്തതെന്നൊക്കെ. പക്ഷേ തൻ്റെ ഭാര്യയെ കുറച്ച് വിശ്വസിച്ചിരുന്ന അസീസ് അതിനൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് കൊട്ടാരത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഈ വാർത്ത എല്ലാവരും അറിയുകയും ചെയ്യുന്നുണ്ട്. ഉടനെ കൊട്ടാരത്തിലുള്ള ആളുകൾ ഒരു ഉപായം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം കുപ്പായം മുൻവശത്താണ് കീറിയിരിക്കുന്നതെങ്കിൽ അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുറ്റമാണ്. യൂസുഫ് നബി ഇസ്ലാം അങ്ങോട്ട് ചെന്നതാണ്, ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സുലൈഖ ബീവി തടയാൻ ശ്രമിക്കുന്നതിനിടയിലായിരിക്കണം ഈ കുപ്പായം കീറിപ്പോയത്. ഇനി കുപ്പായം പിറകിലാണ് കീറുന്നത് എങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാം ഓടിപ്പോകുന്നതിനിടയിൽ പിറകിൽ നിന്ന് സുലൈഖ ബീവി വലിച്ചതായിരിക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ കുപ്പായം പരിശോധിക്കുമ്പോൾ അത് പിറകു വശത്താണ് കീറിയിരിക്കുന്നത്. സുലൈഖ ബീവിയാണ് തെറ്റുകാരി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. ആ നാട്ടിലെ വലിയ ഉന്നത കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം, അവിടുത്തെ സ്ത്രീകളെല്ലാം ഈ സുലൈഖ ബീവിയുടെ വാർത്ത അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിലുള്ള അടിമയായി വന്ന ചെറുപ്പക്കാരനിൽ രാജ്ഞിയായിരിക്കുന്ന സുലൈഖ ബീവി ആകർഷണമായിരിക്കുന്നു എന്നൊരു വാർത്ത വളരെ പരിഹാസ രൂപേണയാണ് അവിടെ എല്ലാം പരക്കുന്നത്. അത് സുലൈഖ ബീവിക്ക് വളരെയേറെ ചീത്തപ്പേരാണ് ഉണ്ടാക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഭംഗിയിൽ താൻ ആകൃഷ്ടയായെന്ന് അവരെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പദ്ധതി സുലൈഖ ബീവി ആവിഷ്കരിക്കുന്നു. സുലൈഖ ബീവി തൻ്റെ ആ നാട്ടിലുള്ള ഉന്നത കുടുംബത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അവർക്കൊരു സദ്യ ഒരുക്കുന്നു. ആദ്യമായിട്ട് അവർക്കൊരു ആപ്പിളും ഒരു കത്തിയും ഒക്കെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ആ സമയത്ത് അതിലൂടെ പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ സ്ത്രീകളെല്ലാം അത്ഭുതപ്പെടുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഭംഗി കണ്ടിട്ട്. അവര് തൻ്റെ ആപ്പിൾ മുറിക്കുന്നതിനിടയിൽ യൂസുഫ് നബി അലൈഹി സ്വലാമെ കണ്ട് ആകൃഷ്ടരായിക്കൊണ്ട് ആ വിരൽ പോലും മുറിച്ചു പോകുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം ആ വഴി പോയി കഴിഞ്ഞതിന് ശേഷമാണ് സുലൈഖ ബീവിയോട് നിന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ വിരൽ മുറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാണ് അവർ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. അത്രയും മനോഹരമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണാനെന്ന്. സുലൈഖ ബീവിയോട് പറയുന്നുണ്ട്, ഒരു വേളയിൽ നിങ്ങൾ യൂസുഫിനെ കണ്ടപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ കൈ മുറിച്ചു പോയതെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഭംഗിയിൽ ഞാൻ ആകൃഷ്ടയായി മോഹിച്ചു പോയതിൽ എന്താണ് തെറ്റ് എന്ന് സുലൈഖ ബീവിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അസീസ് രാജാവ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ അടക്കുന്നത്. ഒരു വിചാരണക്ക് പോലും തയ്യാറാവാതെ തൻ്റെ ഭാര്യയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അസീസ് രാജാവ് ഈ ഉദ്യമത്തിന് തുനിയുന്നത്. ജയിലിൽ കഴിയുന്ന കാലത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് പ്രവാചകത്വം ലഭിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം ജയിലിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നു മുതൽ അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ജനങ്ങളെ തിന്മയിൽ നിന്ന് അവനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ആളാണ് അങ്ങെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള പ്രത്യേക കഴിവൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം സ്വായത്തമാക്കുന്നത്. കാലയളവിൽ തൻ്റെ കൂടെ കഴിഞ്ഞിരുന്ന 2 ജയിലാളികൾ, അവര് ഈജിപ്തിലെ കൊട്ടാരത്തിൽ നിന്ന് തന്നെയുള്ള 2 പേരായിരുന്നു. ഒരാള് രാജാവിന് വേണ്ടി വീഞ്ഞുണ്ടാക്കുന്ന ഒരാളായിരുന്നു, മറ്റാൾ രാജാവിന് വേണ്ടി റൊട്ടി ഉണ്ടാക്കുന്ന ആളായിരുന്നു. അയൽ രാജ്യത്തെ രാജാവിന്റെ കൽപ്പന പ്രകാരം ഈ രാജാവിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന കാരണത്താലായിരുന്നു അവർ 2 പേരും ഈ ജയിലിൽ കഴിഞ്ഞിരുന്നത്.
അങ്ങനെ അവർ ഈ ഇടയിലാണ് രണ്ട് സ്വപ്നം കാണുന്നത് രണ്ടുപേരും. ഒന്നാമത്തെ വീഞ്ഞുണ്ടാക്കുന്ന ആള് കാണുന്നത് ഒരു 3 മുന്തിരി വള്ളികളിൽ നിന്ന് വീഞ്ഞ് പിഴിഞ്ഞെടുത്തുകൊണ്ട് രാജാവിനെ കുടിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. മറ്റേ റൊട്ടി ഉണ്ടാക്കുന്ന ആള് കാണുന്നത് തൻ്റെ തലയിൽ ഒരു കൊട്ടയും വെച്ചിട്ട് അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പക്ഷികൾ വന്നുകൊണ്ട് തൻ്റെ കൊട്ടയിൽ നിന്ന് ഈ റൊട്ടിയെല്ലാം തിന്നുന്ന ഒരു സ്വപ്നമാണ് കാണുന്നത്. ഉടനെ തൻ്റെ കൊട്ടാരത്തിൽ, തൻ്റെ ജയിലിൽ വളരെ സൗമ്യനായി ജീവിക്കുന്ന, അറിയാൻ സാധ്യതയുള്ള യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ സ്വപ്നം കണ്ടു. ഉടനെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ആദ്യം കണ്ട സ്വപ്നം അഥവാ ഈ വീഞ്ഞു കുടിപ്പിക്കുന്ന ആള് കണ്ട സ്വപ്നം, അതിന്റെ അർത്ഥം നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ, 3 മുന്തിരിവള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ദിവസത്തിന്റെ ഉള്ളിൽ മോചിപ്പിക്കപ്പെടുമെന്നും വീണ്ടും കൊട്ടാരത്തിൽ രാജാവിന് വേണ്ടി വീഞ്ഞുണ്ടാക്കുന്ന ജോലിയിൽ അങ്ങ് കയറും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും. മറ്റാളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം ചെയ്യുന്നത് ഈ കൊട്ടയില് പക്ഷികൾ തിന്നുന്നത് മരണത്തിലേക്കുള്ള സൂചനയാണെന്നും ഉടനെ താങ്കൾ കുറ്റക്കാരനാണെന്ന് രാജാവിന് ബോധ്യപ്പെടുമെന്നും അങ്ങനെ തൂക്കിക്കൊല്ലുമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ മുന്തിരി കുടിപ്പിക്കുന്ന ആളോട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, അങ്ങ് കൊട്ടാരത്തിലെത്തി കഴിഞ്ഞാൽ പറയണം, എൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കണം, ഞാൻ നിരപരാധിയാണെന്ന് രാജാവിന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഇവരുടെ വിചാരണ നടക്കുന്നു. ഇയാളെ സ്വതന്ത്രനാക്കപ്പെടുന്നു, മറ്റേ ആള് തൂക്കിക്കൊല ചെയ്യപ്പെടുന്നു. ഇങ്ങനെ താൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അവിടുത്തെ അസീസ് ഒരു സ്വപ്നം കാണുന്നത്, തടിച്ചു കൊഴുത്ത 7 പശുക്കള്, അതുപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ. ഈ മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ ഈ തടിച്ചു കൊഴുത്ത 7 പശുക്കളെയും തിന്നുകയാണ്. മാത്രമല്ല 7 വിളഞ്ഞു നിൽക്കുന്ന കതിരുകളും 7 ഉണങ്ങിപ്പോയ കതിരുകളും ഒക്കെയാണ് അസീസ് രാജാവ് സ്വപ്നത്തിൽ കാണുന്നത്. ഈ സ്വപ്നത്തിന് മറ്റെന്തോ വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നും അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണമെന്നും ഒക്കെ രാജാവ് ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് കൊട്ടാരത്തിലെ വീഞ്ഞുണ്ടാക്കുന്ന ആള് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റിക്കൊണ്ട് രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഉടനെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ഇയാൾ ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, രാജാവ് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു, രാജ്യത്ത് അടുത്ത 7 വർഷം വളരെ സമ്പന്നമായ സമൃദ്ധമായ കാലമാണ് വരാനിരിക്കുന്നത്. പിന്നീടുള്ള 7 വർഷങ്ങൾ വളരെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാലമായിരിക്കും. അതാണ് ഈ സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ ഇയാൾ ചെന്നിട്ട് രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിനൊരു പ്രതിവിധി, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ. യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു, അടുത്ത് വരാൻ പോകുന്ന 7 വർഷം നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്യുകയും അടുത്തതായി വരുന്ന 7 വർഷത്തിന് വേണ്ടിയിട്ട് ആ ധാന്യങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ചു വെക്കുകയും വേണം എന്നൊക്കെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞതോടുകൂടെ അസീസ് രാജാവ് യൂസുഫിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരിക്കലും ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയില്ല. കാരണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ഈ ജയിലിന് പുറത്തു കഴിഞ്ഞാൽ ഞാനൊരു കുറ്റവാളിയായിട്ടാണ് ഈ രാജ്യത്തിലെ ആളുകൾ മുഴുവനും കാണുന്നത്. അതുകൊണ്ട് എൻ്റെ വിചാരണ നടക്കണം, ഞാൻ തെറ്റുകാരനല്ല എന്നത് ഈ ലോകം അറിയണം. അങ്ങനെയാണ് സുലൈഖ ബീവിയെ വിളിച്ചുകൊണ്ട് വീണ്ടും വിചാരണ ആരംഭിക്കുന്നതും സുലൈഖ ബീവി നടന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായി തുറന്നു പറയുന്നതും. അതോടുകൂടെ കുറ്റക്കാരൻ യൂസുഫ് അല്ല, സുലൈഖ ബീവിയാണെന്ന് എല്ലാവരും അറിയുകയാണ്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിൽ മോചിതനാകുന്നു. അങ്ങനെയാണ് ജയിൽ മോചിതനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആ നാട്ടിലെ ഗവർണർ ആയിക്കൊണ്ട് രാജാവ് നിയമിക്കുന്നത്. വരാൻ പോകുന്ന പട്ടിണിയുടെ 7 വർഷങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇപ്പൊ തന്നെ ശേഖരിച്ച് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ രാജാവ് ഏൽപ്പിക്കുന്നത്. ഉടനെ വളരെ ഗംഭീരമായിക്കൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയാണ്. അക്കാലത്ത് ശേഖരിച്ച ധാന്യങ്ങൾ വലിയ വലിയ ധാന്യപ്പുരകൾ ഉണ്ടാക്കിക്കൊണ്ട് ശേഖരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി റേഷൻ സംവിധാനം തുടങ്ങിയത് യൂസുഫ് നബി അലൈഹി സ്വലാം ആണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന 7 വർഷം വളരെയധികമുള്ള കൃഷിയാണ് അക്കാലത്ത് നടക്കുന്നത്. പതിവ് പോലെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷമുള്ള 7 വർഷം കടുത്ത പട്ടിണിയും ദാരിദ്ര്യവുമായി. അക്കാലയളവിലാണ് രാജ്യത്തെ എല്ലാവർക്കും കൊട്ടാരത്തിൽ നിന്ന് റേഷൻ സംവിധാനം ആരംഭിക്കുന്നത്. നാട്ടിലൂടെ ഉടനീളം രാത്രി സമയത്ത് പോലും യൂസുഫ് നബി അലൈഹി സ്വലാം പട്ടിണി കിടക്കുന്നവരെ തേടി കുതിരപ്പുറത്ത് യാത്ര ചെയ്യായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അത്രത്തോളം ജനസേവകനായ ഭരണാധികാരിയായിരുന്നു. അങ്ങനെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആ അസീസ് രാജാവാക്കി നിയമിക്കുന്നത്. അസീസ് രാജാവിന്റെ മരണവും അതോടുകൂടി അടുത്തിരുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് അടിമയായി കൊണ്ടുവന്നിരുന്ന, അതിനു മുമ്പ് തന്നെ സഹോദരങ്ങൾ കിണറ്റിൽ ഉപേക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞ് പിന്നീട് ഈജിപ്തിന്റെ രാജാവായി മാറുകയാണ്.
ക്ഷമയുടെയും സഹനത്തിന്റെയും ഒക്കെ വലിയൊരു പ്രതിഫലമാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. കഥ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ ദുരിതപൂർണമായ അവസ്ഥയാണ് അവിടെ നടക്കുന്നത്. തൻ്റെ പുത്രവിയോഗത്താൽ തൻ്റെ പുത്രന്റെ നഷ്ടത്താൽ അപ്പോഴും ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യാക്കൂബ് നബി ഇസ്ലാം. ചരിത്രം പറയുന്നത് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നതാണ്. അത്രത്തോളം വേദനയിലൂടെ ആയിരുന്നു അക്കാല വർഷം മുഴുവനും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കടന്നു പോയിരുന്നത്. പതിവ് പോലെ ഇവിടെയും ദാരിദ്ര്യമെത്തി. അങ്ങനെ ഈജിപ്തിൽ ഇങ്ങനെ റേഷൻ സംവിധാനം ആരംഭിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞതോടെ തൻ്റെ മക്കളെയെല്ലാം പിതാവായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവിടേക്ക് ദാനം ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ തൻ്റെ 11 മക്കളും ഈ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ് ദാനം ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇവരോട് സംസാരിക്കുന്നത്. യൂസുഫ് നബി ഇസ്ലാമിന് മനസ്സിലായി ഇത് എൻ്റെ സഹോദരങ്ങളാണെന്ന്. അവരോട് സംസാരിക്കുക. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവുണ്ട് നാട്ടില്, ഞങ്ങളുടെ വേറൊരു സഹോദരനും കൂടെ ഉണ്ട് അവിടെ, ബെന്യാമിൻ എന്ന് പേരുള്ള, അതുകൊണ്ട് അവർക്കുള്ള ധാന്യം കൂടെ കൊടുത്തയക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നത്. ഉടനെ ഇവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തുകയും ഭക്ഷണം നൽകുകയും ആവശ്യമായ എല്ലാ ധാന്യം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറിച്ച് മാത്രമല്ല, ബെന്യാമിനും പിതാവിനും വേണ്ട ധാന്യം യൂസുഫ് നബി ഇസ്ലാം നൽകുന്നില്ല. അത് പറയുന്നുണ്ട്, അടുത്ത തവണ വരുമ്പോൾ അവരെ കൊണ്ടുവരണം, ബെന്യാമിനെ കൊണ്ടുവരണം, എങ്കിലേ അടുത്ത ആ റേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവർ തന്റെ പിതാവിലേക്ക് തിരിച്ചെത്തുന്നു. സ്നേഹനിധിയായ ഈജിപ്തിലെ രാജാവിനെ പറ്റി വാദാരോധം അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അടുത്ത തവണ വരുമ്പോൾ ബെന്യാമിനെ കൊണ്ടു ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പിതാവിനോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ അടുത്ത തവണ പോകുമ്പോൾ വളരെ നിർബന്ധിപ്പിച്ചിട്ടാണ് ഇവർ ബെന്യാമിനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാ മക്കളും വ്യത്യസ്ത വാതിലിലൂടെ ആയിരിക്കണം ആ കൊട്ടാരത്തിലേക്ക് ചെന്ന് കയറേണ്ടത്. കാരണം അവർ വളരെ ആരോഗ്യമുള്ള മക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള 12 മക്കളും ഒരേ വാതിലൂടെ ചെന്ന് കയറുമ്പോൾ ആളുകൾ പറയും അത് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കളാണ്. അങ്ങനെ ഒരു അസൂയയും കണ്ണേറൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്ത വാതിലിലൂടെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കണം എന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാം തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവർ പോയി പതിവ് പോലെ രാജാവ് അവരെ വളരെ ഊഷ്മളമായി സ്വീകരിക്കുന്നു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ബെന്യാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ സഹോദരനാണ്, യൂസുഫാണ്. നടന്ന സംഭവങ്ങളെല്ലാം ബെന്യാമിനെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബെന്യാമിനെ തൻ്റെ സഹോദരനെ തിരിച്ചറിയുകയാണ്. അങ്ങനെയാണ് പിരിഞ്ഞു പോകാൻ നേരത്ത് ഒരു ധാന്യത്തിനുള്ള പാത്രം ബെന്യാമിന്റെ സഞ്ചിയിലേക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇടുന്നത്. അങ്ങനെ അവർ പിരിഞ്ഞു പോരാൻ നേരത്ത് കൊട്ടാരത്തിൽ നിന്ന് വിളി വരുന്നു, ആരോ ധാന്യം ശേഖരിക്കുന്ന പാത്രം മോഷ്ടിച്ചിട്ടുണ്ട്, അയാളെ പിടികൂടണം. യൂസുഫ് നബി ഇസ്ലാം ഈ സഹോദരനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോ ആണ്. അവർ പറയുന്നുണ്ടല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അത് ചെയ്യില്ല, ഞങ്ങളെല്ലാവരും മാന്യന്മാരാണ്, ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ ഈ രാജ്യത്ത് നിന്ന് എന്താണോ നിയമം അതുപോലെ നടപ്പിലാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഞ്ചി പരിശോധിക്കുകയും ബെന്യാമിന്റെ കവറിൽ നിന്ന് ഈ പാത്രം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം സഹോദരങ്ങൾ പറയുന്നുണ്ട്, അത് ഇവൻ മോഷ്ടിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം, ഇവന്റെ സഹോദരൻ യൂസുഫ് മോഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവനും മോഷ്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനും ബെന്യാമിനും വളരെ മോശമായിട്ടാണ് അവർ അപ്പോഴും സംസാരിക്കുന്നത്. അങ്ങനെ അവരെ ബെന്യാമിനെ അവിടെ ജയിലിൽ പിടിച്ചു വെക്കുകയാണ്. സഹോദരന്മാർ ഒരാൾ പറയുന്നുണ്ട്, ഇനിയും പിതാവിനെ ഈ ബെന്യാമിന്റെ നഷ്ടത്തിൽ കൂടെ വിഷമിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല, അതുകൊണ്ട് ഒരാൾ ആ കൊട്ടാരത്തിൽ നിന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പിതാവിനോട് ഈ വാർത്ത പറയാൻ വേണ്ടിയിട്ട് മറ്റു സഹോദരങ്ങളൊക്കെ കൻആനിലേക്ക് തിരിച്ചു പോകുന്നു. പിതാവ് ഈ വാർത്ത അറിഞ്ഞതോടുകൂടെ ഏറെ ദുഃഖിക്കുന്നുണ്ട്. കാരണം തൻ്റെ ഒരു പുത്രന്റെ നഷ്ടം സഹിച്ച് ഇപ്പോഴും ജീവിക്കുമ്പോഴാണ് തൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട പുത്രനായ ബെന്യാമിന് കൂടെ നഷ്ടമാകുന്നത്. അങ്ങനെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ഒരു കുപ്പായം തൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി കൊടുത്തു വിടുന്നത്. ആ കുപ്പായം അവിടെ വീട്ടിലേക്ക് എത്തുന്നതോടുകൂടി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, ഇന്നി അജിദു റിഹ യൂസുഫ്, എനിക്ക് എൻ്റെ യൂസുഫിന്റെ മണം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ കമീസ് തൻ്റെ പിതാവിന്റെ മുഖത്തേക്ക് ഇടുകയും ആ കാഴ്ച തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്യുന്നത്. ആ സഹോദരങ്ങളോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിന്നീട് പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളുടെ അന്ന് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ, കിണറ്റിൽ ഉപേക്ഷിച്ചു പോയ യൂസുഫ്, നിങ്ങളുടെ സഹോദരനാണ് എന്ന്. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാം സഹോദരങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ അവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. കിണറ്റിൽ ഉപേക്ഷിച്ച ആള് പിന്നീട് ഈജിപ്തിലെ രാജാവായി മാറിയിരിക്കുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. വളരെ സന്തോഷത്തോടെയാണ് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. പിന്നീടുള്ള കാലം ഇവരെല്ലാവരും ഈജിപ്തിലെ കൊട്ടാരത്തിലാണ് വളരെ സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഖുർആനിലെ ഏറ്റവും മനോഹരമായ കഥ എന്നുള്ള വിശേഷിപ്പിക്കാൻ ഈ കഥയെ കാരണം അത് തന്നെയാണ്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളിലൂടെയും കടന്നുപോയി അവസാനം അള്ളാഹുവിന്റെ വിധിപ്രകാരം രാജാവായി മാറുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയാണ് കഥയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഏതെങ്കിലും തരത്തിൽ ഒരു ദുഃഖം അനുഭവിക്കുന്ന ആൾ, ജീവിതത്തിൽ എന്ത് ദുഃഖമായിക്കൊള്ളട്ടെ, അതെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാം അതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയും ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ നൽകുന്ന സമാധാനവും ആശ്വാസവും ഏറെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഏറ്റവും മനോഹരമായ കഥ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥയെ വിശേഷിപ്പിക്കാനുള്ള കാരണവും.